നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കൂ. അവിടെ ചിത്രത്തിൽ BJP ഇല്ല. പലപ്പോഴും സൈബർ സോഷ്യൽ മീഡിയകളിലൊക്കെ BJPക്ക് സ്തുതി പാടുന്നവർ കോൺഗ്രസ് പഞ്ചാബിൽ പൊട്ടിത്തള്ളിയേ എന്ന് പറഞ്ഞ് വാഗ്വാദം പറയുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് BJPയുടെ ടാരിയിലേക്കാണ്. സംപൂജ്യരായി കഴിഞ്ഞിരിക്കുകയാണ് BJP. അതായത് പഞ്ചാബിൽ പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെയായിരുന്നു ഇത്തവണ വോട്ടെണ്ണൽ നടന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് EVM മാറ്റിക്കൊണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനത്തിൽ വോട്ടെണ്ണിയപ്പോൾ BJP ചിത്രത്തിലേ ഇല്ല. ഇത് ഈ രാജ്യത്ത് മുഴുവൻ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുകയാണ്. ആം ആദ്മിയോ കോൺഗ്രസോ ആരോ വരട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. BJP എന്ന വർഗീയ പാർട്ടിക്ക് EVMിലൂടെ അല്ലാതെ സീറ്റുകൾ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി നേതാക്കളും ഒരേ സ്വരത്തിൽ സുപ്രീം കോടതിയോടും അതുപോലെ തന്നെ ലോക്സഭയിലും പാർലമെന്റിലകത്ത് ശക്തമായി പറയുന്നത് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ വരൂ, ഞങ്ങൾ കൃത്യമായി അതിനെ ഉൾക്കൊള്ളുന്നു എന്ന്. 37 സീറ്റ് അഖിലേഷ് യാദവ് ലോക്സഭയിൽ നേടിയെടുത്തപ്പോഴും അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഇത്ര സീറ്റ് നേടിയെടുത്താലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് EVMനെ വിശ്വാസമില്ല, ഞങ്ങൾക്ക് പരിപൂർണമായി പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ തന്നെ വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഉള്ളത്. അതാണ് ശരിക്കും ഓരോ മേഖലയിലും നടത്തേണ്ടത് എന്നത്. എണ്ണി തീർക്കാൻ ഒരുപക്ഷെ സമയം അധികം വേണ്ടിവരും. അതിൻ്റെ ക്രമീകരണങ്ങളും അതിനു വേണ്ട സാഹചര്യങ്ങളും ഒരുപക്ഷെ കഠിനമേറിയതായിരിക്കാം. പക്ഷേ സുസ്ഥിരമായ, കൃത്യമായ, തെറ്റുകൾ ലവലേശമില്ലാത്ത, ഒരു രീതിയിലും കളങ്കം പറ്റാത്ത ഉത്തമമായ റിപ്പോർട്ടായിരിക്കും അതിൻ്റെ പിന്നിൽ വരുന്നത്. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അത് പഞ്ചാബിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഡെമോയാണ് കണ്ടത് എന്ന് കൃത്യമായി ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുകയാണ്. നോക്കൂ, EVM സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അട്ടിമറികൾ ഏതൊക്കെയാണ്? ഒരിടം ഹരിയാനയാണെങ്കിൽ മറ്റൊരിടം മഹാരാഷ്ട്രയാണ്. ബീഹാറിലും അതുപോലെ തന്നെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം, അതായത് മൊത്തം പോൾ ചെയ്ത വോട്ട്, മൊത്തം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന വോട്ട്, ഇതിലെ വൈരുദ്ധ്യം, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല, ജനങ്ങൾക്ക് കാര്യപ്രാപ്തി ഉള്ളവരാണ്. അവർ തിരിച്ചറിയുന്നു ഏതൊക്കെ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് വേണ്ടി വിടുവേല ചെയ്തു കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഈ പഞ്ചാബ് മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്.